അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതേപോലെ തന്നെ ശൈത്താന്, പിശാചി, ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറാൻ വേണ്ടിയുള്ള ദുആകളോ ദിക്റുകളോ ഒക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഉദ്ദേശങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളെല്ലാവരും ഉദ്ദേശങ്ങൾ, ഇപ്പം ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഉദ്ദേശങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെല്ലാവരോടും പറയുന്നതാണ്. നമ്മൾ പരസ്പരം അങ്ങനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അല്ലാഹുമ്മ വസ്സുൽ മുറാദന മുറാദമൻ അത്താമന മുറാദമൻ അവസാന ബിദ്വാ എന്ന് നമ്മൾ ദുആ ചെയ്യലുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരാളോട് പറയുന്നു. അപ്പോൾ ഈ പറയുന്നത് അൽഹംദുലില്ലാ നല്ലതാണ്. നമുക്കത് ഒരാളുടെ ഒരാൾ ദുആ ചെയ്യുമ്പം അതിൻ്റെ കൂലി, അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഇത് മാത്രം ചെയ്യുന്ന ചില ആളുകളുണ്ട്. അതായത് എല്ലാവരോടും നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി പറയാമെന്നല്ലാതെ, നമ്മളുടെ ഉദ്ദേശം നിറവേറാൻ നമ്മളെല്ലാവരോടും ഇങ്ങനെ പറയാമെന്നല്ലാതെ നമ്മളതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ ഉദ്ദേശങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് ചെയ്യാതെ വെറും ദുആ ചെയ്യാൻ എല്ലാവരോടും ഇങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. അങ്ങനെയാണല്ലോ, നമുക്ക് ചെയ്യാനുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. അപ്പോൾ അത് നമ്മൾക്ക് ഉദ്ദേശങ്ങൾ നിറവേറാൻ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് കൃത്യമായിട്ട് സുബഹി നിസ്കരിക്കുക. അതായത് സുബഹി നല്ല അവ്വൽ വക്തിൽ നിസ്കരിക്കുക. ഇത് ഒരാളുകളുടെ ഉദ്ദേശം നിറവേറാനും അയാളുടെ പ്രവൃത്തികളിലേക്ക് ഒരു ബർക്കത്ത് കൊണ്ടുവരാനും സാധിക്കും. ഏത് കാര്യത്തിലും ബർക്കത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ തുടങ്ങാൻ പോകുന്ന കാര്യം ബർക്കത്തുള്ളതായി കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ബർക്കത്തുള്ളതായി കഴിഞ്ഞാൽ ആ കാര്യം നിറവേറും എന്നുള്ളതാണ്. അപ്പോൾ ബർക്കത്ത് ഒരാൾക്ക് കിട്ടണം, അല്ലെങ്കിൽ ആ ഉന്നതി, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് വേണം. അപ്പോൾ ആ ബർക്കത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് സുബഹി നിസ്കരിക്കണം. അപ്പോൾ പല ആളുകളും ചിലപ്പോൾ ദുആ ചെയ്യാൻ വേണ്ടി പറയും. അവരോട് നമ്മൾ തിരിച്ചിങ്ങളൊന്ന് സുബഹി നിസ്കരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അതിന് മറുപടി പറയാൻ പറ്റാത്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ കൃത്യമായിട്ട് സുബഹി നിസ്കരിച്ചതിന് ശേഷം നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ വേറൊരാളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും ദുആ ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടി നടക്കുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അതേപോലെ സദഖയൊക്കെ വർദ്ധിപ്പിക്കുക, ഹദിയകൾ വർദ്ധിപ്പിക്കുക, സകാത്തുകളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതായത് ഹലാലായ ഭക്ഷണങ്ങൾ നമ്മൾ ഭക്ഷിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ലോണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതായത് നമ്മളെ ഭക്ഷണത്തിലും പ്രവൃത്തിയിലും ഹലാലിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക, ഹക്കും ബാത്തിലും നിലനിർത്താൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലേ നമ്മൾ ഉദ്ദേശങ്ങൾ നിറവേറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശങ്ങളും ആയാലും നമുക്ക് കടം കൊണ്ടുള്ള ഉദ്ദേശങ്ങളോ, അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളിലുള്ള ഉദ്ദേശങ്ങളോ, വിവാഹ ഉദ്ദേശങ്ങളോ, ഇങ്ങനെ പല ഉദ്ദേശങ്ങളും പല ആളുകൾക്കും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിറവേറാതിരിക്കാനുള്ള ഒരു കാരണം അതാണ്, നമ്മുടെ ഒരു പ്രവൃത്തിയിലൊരു നന്മ ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ നന്മ ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ബർക്കത്തുള്ള കാര്യങ്ങൾ മാത്രമേ എന്താവുള്ളൂ, നല്ല എളുപ്പത്തിൽ വൃത്തിയിൽ നമുക്ക് നടക്കുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ സുബഹി കൃത്യമായിട്ട് നിസ്കരിക്കുക. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഇപ്പോൾ ഒരാൾ ഒരു കച്ചവട സ്ഥാപനമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയോടുകൂടി ആ കാര്യങ്ങൾ ചെയ്യുക. അതിലേക്ക് എന്തെങ്കിലും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഹക്കായ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. കളവുകൾ, ഇങ്ങനത്തെയുള്ള പലിശ പോലത്തെ ഇടപാടുകൾ ചെയ്യാതിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ ഉദ്ദേശം, അതായത് ബിസിനസ് ചെയ്യുക, ബിസിനസ്സിൽ വിജയിക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ബർക്കത്തിനെ അത് ബാധിക്കും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കാര്യം ഉദ്ദേശിച്ച് എല്ലാവരോടും ദുആ ചെയ്യാൻ പറഞ്ഞ് നമ്മൾ വീട്ടിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മളുടെ പരിശ്രമം ആ ഉദ്ദേശം നിറവേറത്തക്കുള്ളതായിരിക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമിക്കണം. അപ്പോൾ അതിന് ഈ ഹക്കായ രീതിയിൽ പരിശ്രമം നമ്മൾ തുടരണം. പിന്നെ പരീക്ഷണങ്ങൾ, ഇപ്പോൾ ഏത് കാര്യത്തിലും നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിന് പലതരം പരീക്ഷണങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ബുദ്ധിപരമായിട്ട് തന്നെ മറികടക്കാൻ ശ്രമിക്കണം. ബുദ്ധിയോടുകൂടി നമ്മളത് നേരിടണം. അതിനെ ബുദ്ധിപരമായിട്ട് നമ്മൾ സമീപിച്ച് ആ കാര്യങ്ങൾ നിവർത്തിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കതിലേക്ക് അള്ളാഹുവിൻ്റെ ബർക്കത്തും കൂടിയാണ് നമ്മൾ ഈ ദുആയിലൂടെ, അല്ലെങ്കിൽ നമ്മളെ പ്രവൃത്തികളിലെ സത്യം കൊണ്ട് അള്ളാഹു നമുക്ക് അതിനെ, അതായത് നമ്മളെ ബുദ്ധിമുട്ടുകളെ മറികടക്കാനുള്ള, ഷർറുകളെ, ഉപദ്രവങ്ങളൊക്കെ നീക്കാനുള്ള ശക്തി കൂടി നമുക്ക് ഇതിൽ കിട്ടണം. അപ്പോൾ നമ്മൾ ഏത് കാര്യത്തിനും ഒരു ബുദ്ധിപരമായിട്ട് നേരിടുക.
അതേപോലെ യുക്തിയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക. നടക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അതിലേക്ക് നമ്മൾ ഇങ്ങനെ ശ്രമിക്കുക, വെറുതെ ഒരു കാര്യമില്ലാതെ ശ്രമിക്കുക. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. വീടുകൾക്ക് പെർമിറ്റിനൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് 100 മീറ്ററാണ് അല്ലെങ്കിൽ 50 മീറ്ററാണ് പുഴവെക്കുന്ന് വിടേണ്ടത്, അതായത് CRZ നിയമം വഴി. അത് നമുക്ക് അത്ര ഇല്ല, നമുക്ക് 30 മീറ്ററോ അല്ലെങ്കിൽ 70 മീറ്ററൊക്കെ ഉള്ളൂ. അങ്ങനത്തെ സ്ഥലത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇന്ന് യുക്തിയോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം, പെരുമാറണം. അപ്പോൾ നിയമപരമായിട്ട് ഒരിക്കലും നടക്കില്ല എന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് നമ്മൾ വെറുതെ ശ്രമിച്ച് നടക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഗൾഫിലൊക്കെ വലിയ ശിക്ഷകളൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ജയിലിലായി എന്തെങ്കിലും നല്ല കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പം അതൊന്നും അല്ലാതെ ആവുന്ന ആളുകളുണ്ട്. ഇപ്പം നിരപരാധികളായത് അതൊന്നും അല്ലാതെ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് ജയിലിൽ പോകുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് അവരെ ജയിലിൽ നിന്ന് വിട്ട് കിട്ടണം, അതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ നിയമപരമായിട്ട് എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് ശ്രമിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഏത് നാട്ടിൽ പോയി നമ്മൾ ജീവിച്ചാലും അവിടുത്തെ അതായത് അവിടെ നിയമസാധ്യത ഇല്ലാത്ത കാര്യങ്ങൾ, അതുമാത്രമല്ല അതിൽ നിയമസാധ്യത ഇല്ലാത്ത കാര്യങ്ങളിലൊക്കെ തിന്മ ഉണ്ടാവും. തിന്മ ആയതുകൊണ്ടാണല്ലോ ആ നിയമം അവിടെ വന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അതിൽ പെട്ടുപോയി ഇനി രക്ഷക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്താൽ അതിന് നമ്മൾ ശിക്ഷ അനുഭവിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. അപ്പോൾ അത് ചെയ്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ പെട്ടുപോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് സാഹചര്യങ്ങൾ, നമുക്ക് വരുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുക. സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാലും ചിലപ്പോൾ കാര്യങ്ങൾ നടക്കാതിരിക്കും, അതിന് തടസ്സങ്ങളുണ്ടാവും. അതിനാണ് നമ്മൾ ഇങ്ങനത്തെ ദ്വാകളും പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് കാര്യങ്ങളൊക്കെ ഹക്കായ രീതിയിൽ നമ്മൾ ശ്രമിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രവൃത്തിയും നമ്മളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ പിന്നെ അതിലേക്ക് കാര്യങ്ങൾ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദുആകളും കാര്യങ്ങളും ഉൾപ്പെടുത്തേണ്ടത്. അല്ലാതെ നടക്കാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുക, കുറേ കടം വാങ്ങി വീട്ടിലിരുന്നിട്ട് പിന്നെ ആ കടം വീടാൻ വേണ്ടി ദുആ ചെയ്യുക, ഹക്കായ വഴിക്കല്ലാതെ പോയിട്ട് അതിന് കഴിച്ചിലാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാം. ഇപ്പം നമുക്ക് പറ്റിയൊരു തെറ്റ് പറ്റിയാൽ അത് തെറ്റ് പറ്റി അള്ളാഹുവിനോട് തൗബ ചെയ്യാം, ദുആ ചെയ്യാം, അത് വേറൊരു വശം. അതല്ലാതെ വീണ്ടും നമുക്ക് ഒരു പിന്നെ ദയാക്ഷീണം അർഹിക്കാത്ത തെറ്റുകൾ ചെയ്യുക. കുറച്ചൊക്കെ ശിക്ഷ നമ്മൾ തെറ്റിച്ച് നമ്മളൊന്ന് പറ്റിപ്പോയാൽ അതിന് ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാധ്യസ്ഥരും കൂടിയാണ്. അതേപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ തൊട്ട് നമുക്കൊരു ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കുക, അതൊരു വലിയ കാര്യമാണ്. നമ്മൾക്കൊരു കാര്യത്തിന് നമുക്ക് ശ്രമിക്കുമ്പോൾ, ഒരു കച്ചവടത്തിനോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും കാര്യത്തിന് വീടുണ്ടാക്കാനോ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് നമുക്കൊരു ബോധ്യമാണ്. ഇപ്പോൾ കച്ചവടത്തിനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ആ കാര്യം നടക്കുമോ, അവിടെ എത്ര ആളുകൾ അത് വാങ്ങാൻ വരും, അല്ലെങ്കിൽ അവിടെ അത് വാങ്ങാനുള്ള, നമ്മൾ വിൽക്കുന്ന സാധനം വാങ്ങാനുള്ള ശേഷിയുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എത്ര പൈസ മുടക്കും, അതിലെത്ര നമുക്ക് ഇൻകം ഉണ്ടാവും. ഇപ്പോൾ ഇത്ര പൈസയാണ് നമ്മൾ മുടക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് എത്ര പൈസ കിട്ടിയാലാണ് നമുക്കിത് ലാഭത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ നമ്മളെ ദൈനംദിന ചെലവുകൾ എത്ര, പിന്നെ അത് ഇത്ര കാലം കഴിഞ്ഞാലാണ് നമുക്ക് ലാഭം കിട്ടുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ നമ്മളൊരു വീട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ വീട് പണി തുടങ്ങി, നമ്മളെ കയ്യിൽ ഇത്ര ഉണ്ട്, ഇനി നമ്മളിപ്പോൾ 6 മാസമോ 1 കൊല്ലമോ 2 കൊല്ലം കൊണ്ടാണ് നമ്മൾ വീടെടുത്ത് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കാലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര പൈസ സംഘടിപ്പിക്കാൻ പറ്റുമോ അതിനനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബുദ്ധിപരമായിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ നീക്കേണ്ടത്. അതേപോലെ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുമ്പം നമ്മളുടെ ബലവും നമ്മുടെ ദൗർബല്യങ്ങളും മനസ്സിലാക്കുക. നമ്മൾ കൂടുന്ന ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ടും പോവുകയാണെങ്കിൽ നമുക്ക് വാഹനം ഓടിക്കാൻ കഴിയുമോ, അത്ര ദൂരം നമുക്ക് ചെല്ലാൻ പറ്റുമോ, അത് നമ്മളൊരു ഡ്രൈവറെ വിളിക്കേണ്ടതുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കൂലേ. അതേപോലെ തന്നെ നമ്മൾ കച്ചവടം ചെയ്യുകയാണെങ്കിലും വീട് തുടങ്ങുകയാണെങ്കിലും നമ്മളെന്തെങ്കിലും പരിപാടികൾക്ക് മുതിരുകയാണെങ്കിലും നമ്മളൊരു പിന്നെ എന്തെങ്കിലും റിസ്കി ആയ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ ബിസിനസ് ആയാലും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഈ കാര്യം നമ്മളുടെ ബലവും ദൗർബല്യം മനസ്സിലാക്കണം. അപ്പോൾ ബലം ഉള്ള കാര്യത്തിലേക്ക് ഊന്നൽ കൊടുത്തിട്ട് ദൗർബല്യങ്ങളെ അതിന് ചിലപ്പോൾ നമുക്കൊരു പുറത്തുനിന്നൊരു സോഴ്സ് വേണ്ടി വരും, ഒരാളെ നമ്മൾ കൂട്ടേണ്ടി വരും, ഇപ്പോൾ ഡ്രൈവറെ കൂട്ടുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളത് മറക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, പൊതുഗതാഗതം നമ്മൾ ഉപയോഗിക്കുന്ന പോലെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏത് കാര്യത്തിനും നമ്മൾ നേരിടേണ്ടത്. അതേപോലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി അല്ലെങ്കിൽ ചിന്തിച്ച് ഉദ്ദേശിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ തോന്നുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കണം.
ചില ആളുകളുണ്ട് നമുക്കിത് മുന്നോട്ട് പോകില്ല എന്ന് തോന്നിക്കഴിഞ്ഞാലും ഇതിൻ്റെ പിറകെ വെറുതെ പിടിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഒന്നുകിൽ ഉദ്ദേശത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അതിനൊരു കൺസൾട്ടൻസി അല്ലെങ്കിൽ നമ്മൾ അതിനൊരു പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ കൊണ്ടുപോകാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ബുദ്ധിപരമായിട്ട് നേരിടുക എന്ന് നമ്മൾ പറയുന്നത്. ചില ആളുകൾ വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ ഒരു കൺസൾട്ടൻസിനെ നിയോഗിക്കും. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ബിസിനസ് നടക്കുമോ, നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് നോക്കിയിട്ട് നമ്മളൊരു കൺസൾട്ടൻസിനെ നിയമിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അതേപോലെ നമ്മൾ എന്ത് ചെറിയ കാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും നമ്മൾ അത് നോക്കണം. ഇത് നമുക്ക് കൂട്ടിയാൽ കൂടുന്നതാണോ, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ, അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിലേക്ക് ഇങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് ചിന്തിച്ച് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് സുബഹി നിസ്കരിക്കാൻ ശ്രമിക്കാം. സുബഹി നമുക്ക് ബർക്കത്ത് ഉണ്ടാക്കും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പ്രഭാതങ്ങളിൽ എൻ്റെ സമുദായത്തിന് ഗുണം ചെയ്യുന്നത്, ബർക്കത്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സുബഹിയൊക്കെ നല്ല വൃത്തിക്ക് നിസ്കരിച്ച് കാര്യങ്ങളിലേക്കൊക്കെ നല്ല വൃത്തിക്ക് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്കതിൽ ആ ബർക്കത്ത് ഉണ്ടാവും. അള്ളാഹു പറഞ്ഞ് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ബർക്കത്ത് നമുക്ക് കിട്ടൽ ആ കൃത്യമായി നമ്മൾ സുബഹി നിസ്കരിച്ച് കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ്. പിന്നീട് ലുഹാ നിസ്കാരം പതിവാക്കുക. നമുക്കൊരു 7-8 മുതൽ നിസ്കരിക്കാൻ തുടങ്ങാം, 11 മണി വരെ. അപ്പോൾ നമുക്ക് ആ ലുഹാ നിസ്കരിക്കാം, അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയാം. ലുഹാൻ്റെ ശേഷം ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ ഉദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിച്ച് അതിലേക്ക് ഇറങ്ങുക. അതൊക്കെ നമ്മളെ ബർക്കത്തുകൾ, അള്ളാഹു നമ്മളുടെ ഹാജത്തുകൾ, ഉദ്ദേശങ്ങൾ നിറവേറ്റി തരാൻ അല്ലെങ്കിൽ അതിലേക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരാനുള്ള ഒരു വഴിയാണ്. അപ്പോൾ അതിന് ശ്രമിക്കുക. ലുഹാ നിസ്കാരം പതിവാക്കുക. ഞാനൊരു പ്രത്യേക നിസ്കാരം പറഞ്ഞു തരാം. നമ്മളിപ്പോൾ എന്തിനെങ്കിലും കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ നാളെ നമുക്ക് ഇന്ന കാര്യം ഒരു ഹാജത്തുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരാളെ കാണാൻ പോകുന്നു, നമ്മളൊരു പ്രത്യേക കാര്യം ചിന്തിച്ചു, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നിസ്കാരം, ഒരു 2 റക്അത്ത് നിസ്കാരം, പാതിരാ സമയം പറ്റുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഹാജത്തുകൾ വിടണം എന്നുദ്ദേശിച്ച് നല്ല ഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. പാതിരാ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കുക. അതിൽ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂന് 10 വട്ടം ഓതുക. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് സൂറത്ത് 11 വട്ടം ഓതുക. എന്നിട്ട് സലാം വീട്ടിയ ശേഷം, അതായത് തഹിയ്യാത്തിൽ ആ നിസ്കാരത്തിൻ്റെ സലാം വീട്ടിയ ശേഷം നമ്മൾ വീണ്ടും സുജൂദിലേക്ക് പോവാം. എന്നിട്ട് ഒരു 3 നാരിയത്ത് സലാത്ത് ഓതുക. എന്നിട്ട് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. അതുപോലെ തന്നെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. അത് ഒരു 10 വട്ടം. ഇത് നമുക്ക് എന്തെങ്കിലും ഉദ്ദേശിക്കുന്ന ദിവസം, നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്ന ദിവസം വേണമെങ്കിൽ ഒരാഴ്ച തുടർച്ചയായിട്ട് ചെയ്യാം, 3 ദിവസം തുടർച്ചയായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ചെയ്തിട്ട് ഈ പരിപാടിയിലേക്ക് ഇറങ്ങാം, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇത് നല്ല ഫലമുള്ള, അപ്പോൾ ഞാൻ എന്ത് കാര്യങ്ങളും തുടങ്ങുകയാണെങ്കിൽ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല ഫലമുള്ള, നല്ല മുജറബായ ഒരു കാര്യമാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്തു നോക്കൂ. നിങ്ങൾ അള്ളാഹു കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരട്ടെ. ആമീൻ. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സുബഹി നിസ്കാരത്തിന് ശേഷം യാ ലത്തീഫ് യാ അല്ലാഹ് 119 വട്ടം. അതേപോലെ അലനഷ്റ സൂറത്ത് 21 വട്ടം. ഇത് സുബഹിക്ക് ശേഷം, എല്ലാ സുബഹിക്ക് ശേഷം ദായിമാക്കിയിട്ട് ചൊല്ലി നോക്കുക. അള്ളാഹു ഉദ്ദേശങ്ങൾ എളുപ്പമാക്കി തരും. അതേപോലെ തന്നെ ഈ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കത്തം തീർക്കാറുണ്ട്. ഇപ്പോൾ റമളാനിൽ ഇപ്പോൾ നമ്മൾ എല്ലാതും ചെയ്യും, പക്ഷേ ഉദ്ദേശങ്ങൾക്ക് നിയ്യത്ത് ചെയ്തിട്ട് അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ വീടാൻ വേണ്ടിയിട്ട് മനസ്സിൽ കരുതിയിട്ട് കത്തം തീർക്കുന്ന ഒരു പരിപാടിയുണ്ട്. പണ്ട് കാലം മുതലുണ്ട് ഖുർആൻ. അപ്പം അങ്ങനെ കത്തം തീർക്കുമ്പോൾ ഒരാഴ്ച കൊണ്ടാണ് അത് ചെയ്യേണ്ടത്. അതിനൊരു രീതിയുണ്ട്, ഒരു തർത്തീബുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പം ഖത്തം തീർക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഖുർആൻ ഓതുന്നുണ്ട് നമ്മൾ, പിന്നെ അത് ഒരു തർത്തീബ്, ഒരു നിശ്ചിത കാലഘട്ടത്തിൽ നിന്ന് ഖുർആൻ ഓതി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് ഒരാഴ്ചയിൽ നമുക്കൊരു ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഇത് തുടങ്ങേണ്ടത് വെള്ളിയാഴ്ച മുതലാണ്. അതായത് വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം നമുക്ക് വെള്ളിയാഴ്ച തുടങ്ങി. അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. അതായത് 1-ാമത്തെ സൂറത്തായ ഫാത്തിഹ മുതൽ 5-ാമത്തെ സൂറത്തായ മാഇദ, സൂറത്തുൽ മാഇദയുടെ അവസാനം വരെ ഇത് വെള്ളിയാഴ്ച ദിവസം ഓതുക. അതായത് വ്യാഴാഴ്ച അസ്തമിച്ച മഗ്‌രിബ് മുതൽ നിങ്ങൾക്ക് പിറ്റേന്ന് മഗ്‌രിബിൻ്റെ ഉള്ളിലായിട്ട് പൂർത്തിയാവുന്ന രീതിയിൽ. അതേപോലെ ശനിയാഴ്ച, അപ്പോൾ വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 6-ാമത്തെ സൂറത്തായ സൂറത്തുൽ അൻആം മുതൽ സൂറത്തു തൗബ വരെ, അതായത് 9-ാമത്തെ സൂറത്തായ തൗബ വരെ. അതായത് തൗബ വരെ എന്ന് പറഞ്ഞാൽ തൗബയുടെ അവസാനം വരെ.
ശനിയാഴ്ച മഗ്‌രിബിൻ്റെ ഉള്ളിലായിട്ട് തീർക്കുക. പിന്നീട് ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച മഗ്‌രിബ് മുതൽ ചെയ്യാവുന്നതാണ്. 10ാമത്തെ സൂറത്തായ സൂറത്ത് യൂനുസ് മുതൽ 19ാമത്തെ സൂറത്തായ സൂറത്ത് മറിയമിൻ്റെ അവസാനം വരെ. അതേപോലെ തിങ്കളാഴ്ച സൂറത്ത് ത്വാഹ 20ാമത്തെ സൂറത്തായ ത്വാഹ മുതൽ 28ാമത്തെ സൂറത്തായ സൂറത്തുൽ ഖസസിൻ്റെ അവസാനം വരെ. ചൊവ്വാഴ്ച അൻകബൂത്ത് സൂറത്ത്, അതായത് 29ാമത്തെ സൂറത്തായ സൂറത്തുൽ അൻകബൂത്ത് മുതൽ 38ാമത്തെ സൂറത്തായ സ്വാദിൻ്റെ അവസാനം വരെ. അതേപോലെ ബുധനാഴ്ച സൂറത്തുൽ സുമർ മുതൽ, അതായത് 39ാമത്തെ സൂറത്തായ സൂറത്ത് സുമർ മുതൽ 55ാമത്തെ സൂറത്തായ സൂറത്തു റഹ്മാനിൻ്റെ അവസാനം വരെ. അതേപോലെ വ്യാഴാഴ്ച 56ാമത്തെ സൂറത്തായ സൂറത്തുൽ വാക്കിയ മുതൽ 114ാമത്തെ സൂറത്തായ നാസ് വരെ ഓതുക, നാസിൻ്റെ അവസാനം വരെ ഓതുക. ഇങ്ങനെ ഈ തരത്തിൽ ഖുർആൻ തർത്തീബായിട്ട് നമ്മൾ ആവശ്യം നിയത്ത് ചെയ്തിട്ട് ഓതിയാൽ നല്ല ഫലം കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് പലതരം ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹു നമ്മളുടെ ഹൈറായ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ, ആമീൻ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നന്മ ചെയ്യുന്ന കാര്യത്തിൽ നന്മകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുക. അതേപോലെ സ്വതക്ക നമ്മളെ ഉദ്ദേശങ്ങൾ നിറവേറ്റും. ആപത്തുകളെ തൊട്ട് തടസ്സങ്ങളെ തൊട്ട് സ്വതക്ക കൊണ്ട്, ഹദിയ കൊടുത്തത് കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ നന്മ ചെയ്യുന്നത് കൊണ്ട്, നമ്മളെ സഹായങ്ങൾ കൊണ്ട് നമുക്കത് അപ്രാപ്യമാകും. നമ്മുടെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ നീങ്ങാൻ അള്ളാഹു സഹായിക്കും. അപ്പോൾ റമളാനാണ്, അവസാനത്തെ 10ആണ്. നമ്മൾ പലർക്കും സകാത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അതേപോലെ തന്നെ കുർത്തുബയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാഹ് അങ്ങനെയുള്ള നമ്മളെ നോർത്ത് ഈസ്റ്റിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടുത്തെ ആളുകൾക്ക് ഇൽമാണല്ലോ ഏറ്റവും വലിയ സഹായം. ഒരു സമൂഹത്തിന് നമ്മൾ പൈസ കൊടുത്താൽ നമ്മൾ സ്ഥിരം അത് വാങ്ങി അവർ ചിലവഴിച്ചാൽ അത് വീണ്ടും ഒരു പല അവസ്ഥയിലേക്ക് തന്നെ പോകും. നേരെ മറിച്ച് ഒരു വിഭാഗത്തിന് വിദ്യാഭ്യാസം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. വിദ്യാഭ്യാസമാണ് നമ്മൾ കേരളത്തിലും നമ്മളെ വളർത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സമുദായത്തിന് അത് നേടിക്കൊടുക്കാൻ അവർക്ക് ആ വിദ്യാഭ്യാസം ഉണ്ടായി സമുദായത്തിന് ഗുണം ചെയ്യുന്ന രീതിയിലാണ് ആളുകൾ വളർന്നു വരാൻ സഹായിക്കുന്ന സ്ഥാപനങ്ങൾ ചെയ്യുന്ന ആളുകളാണ് കുർത്തുബയായാലും നമ്മുടെ ഹാദിയായാലും ദാറുദായാലും പോലുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ അതിലേക്കൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു റമളാനിൻ്റെ പുണ്യം കൊണ്ട്, റമളാനിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരട്ടെ. അതേപോലെ തന്നെ നാളെ റമളാൻ സാക്ഷ്യം വെക്കുന്ന ഇഹത്തിലും പരത്തിലും വിജയിച്ച സ്വാലിഹ്യങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.